നമസ്കാരം, അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നാടുകാണി ചുരത്തിൻ്റെ അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടം വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ വ്യൂ പോയിൻറ്റിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒന്നാം വളവ് കഴിഞ്ഞിട്ടില്ല കയറ്റങ്ങളുണ്ടായി കാണുന്നത്. ഇവിടെ കുറച്ച് നമ്മൾ അതിർത്തിക്കറ്റം പോവുകയാണെങ്കിൽ അവിടെ ഒരു മക്ബറൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. അങ്ങോട്ടും ഞങ്ങൾ പോകണില്ല, ഞങ്ങളിവിടെ അടുത്ത് വ്യൂ പോയിൻറ്റിൽ പോയി തിരിച്ചു വരാണ്. മക്കാമിൻ്റെ അതിലൊക്കെ പോകുന്നൊരു വീഡിയോ പിന്നീട് ഒരിക്കലെടുക്കാം. അപ്പോൾ നമ്മൾ വ്യൂ പോയിൻറ്റിലൊന്ന് പോയി വരാമെന്നുള്ള കണ്ടീഷനിൽ പോവുകയാണ്. അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ടാകും. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവിടെ കുറേ ആളുകൾ വരും. അവിടെ അങ്ങനെ ആ വ്യൂ പോയിൻറ്റിൽ നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അവിടെ ആളിഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ ഐസ്ക്രീമിൻ്റെ കച്ചവടം ഉണ്ട്. അവിടെ എത്താൻ ഇവിടെ ഉണ്ട് കുരങ്ങൊക്കെ ഉണ്ട് വണ്ടീൻ്റെ അടിയിൽ. ഇങ്ങനെ അതാണ് വ്യൂ പോയിൻറ്റിൽ വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തി കണ്ടില്ലേ. അപ്പോൾ നമ്മളിവിടെ സൈഡാക്കിയിട്ടിന് ഇവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകാം കേട്ടോ. ആ താഴെ കാണുന്നുണ്ടല്ലോ വൈക്കടവ് ടൗണിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ഉള്ളിലേക്ക് പോകണം. വല്ല ഒരു പള്ളി ഉണ്ട്, ആ പള്ളിയൊക്കെ ഉണ്ട് കാണുന്നത്. തുടങ്ങുന്ന സ്ഥലത്ത് കുറച്ചങ്ങോട്ട് വെള്ളക്കട്ട എന്ന് പറയും. വെള്ളക്കട്ട ജുമാഅത്ത് പള്ളിയൊക്കെയാണ് കാണുന്നത്. ഈ വ്യൂ പോയിൻറ്റിൽ നിന്നാൽ കാണാൻ പറ്റും അതൊക്കെ. അതിലങ്ങനെ കയറി ഇങ്ങനെ വൈക്കടവ് ചുരം ഇങ്ങനെ കയറി ഇങ്ങനെ വരണം കേട്ടോ. കണ്ടോ, വൈക്കടവ് ടൗണിൽ ഇങ്ങനെ കയറി വരണം. നല്ല ഒരു കൊടും വളവാട്ടോ, ഒന്നാം വളവ്. അത് വീഡിയോ പോകുന്നപ്പോൾ എടുത്തിട്ടില്ല, ഇനി പോകുമ്പോൾ നോക്കാം. ഈ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദേവാല, ദേവർശോല, അങ്ങനെ അങ്ങോട്ടൊക്കെ അല്ലേ ആ മലകളായിട്ടാണ് കാണുന്നത്. ഇവിടെ നിന്നിങ്ങനെ നോക്കിയാലേ ദേവാല, ദേവർശോല ഭാഗം അങ്ങനെ ഉണ്ടല്ല കുന്നുകളൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. വേണ്ടോ, ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട്. താഴേക്കില്ല ഉണ്ടോ. ഞങ്ങളിവിടെ അങ്ങനെ നിന്നിട്ട് ഇനി റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ കുട്ടികളവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. വേണ്ട, ഈ വ്യൂ പോയിൻറ്റിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ചൊക്കെ നടക്കാൻ നല്ല രസമാട്ടോ. ഇവിടെ തണുപ്പുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ എല്ലാവരും കൂടി എന്നിട്ടൊരു വീഡിയോ എടുത്തു കേട്ടോ. കണ്ടോ, ഈ പാറൊക്കെ കാണാം ഇവിടെ നിന്ന്. ഇത് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ വലിയ പാറ കേട്ടത്. നല്ല വലുപ്പമല്ല പറയുന്നത്. താഴെ ഭാഗത്താണിത്. ഇവിടെ അങ്ങനെ ഒരുപാട് ഫോറസ്റ്റുകൾ വേണ്ട നിരന്നങ്ങനെ കിടക്കണം. അപ്പോൾ ഇവിടെ നിന്നൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. ഈ ഇതിൻ്റെ മതിലും വന്നങ്ങാണ്ട് കണ്ടോ, നല്ല മലനിരകളാണ്. ഇത് ഇവിടുന്ന് നിൽക്കണമല്ല, കുറച്ച് മുകളിൽ കയറി കഴിഞ്ഞാൽ തണുപ്പ് തുടങ്ങും. നല്ല തണുപ്പാണ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. ഇവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീം കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാവരും കച്ചവടം ചെയ്യാനൊന്നും അയക്കൂല. ഞാൻ ആദ്യം ഇവിടെ ചായ കച്ചവടമൊക്കെ ബൈക്കിലൊക്കെ കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും നിൽക്കാൻ അയക്കൂല. ഫോറസ്റ്റുകാർ ഇവിടെ കച്ചവടം ചെയ്യാനൊന്നും അയക്കൂല കേട്ടോ. അപ്പോൾ നമ്മളേതായാലും ഇവിടെ വ്യൂ പോയിൻറ്റിലൊക്കെ വന്ന് നല്ല കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോവാട്ടോ. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറി ഞങ്ങളിപ്പോൾ ഇനി പോകട്ടെ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അതുകൊണ്ട് തന്നെ താഴേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കണം. അപ്പോൾ കണ്ടിവിടെ ഒരു വീഡിയോ കൂടി എടുത്തതാട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ ആ തലക്കലൊക്കെ ആളുകൾ ഇരിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല രസമായിട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നെ താഴെ ഭാഗമൊക്കെ നല്ല ചെരിവുള്ള സ്ഥലം കേട്ടോ. അവിടെ ഒരു ഭാഗം മല നല്ല കട്ടിങ്ങാണ്. താഴെ ഭാഗം നല്ല താഴ്ചയുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ